ആഗ്രഹമുണ്ട്. 2019 ഞാനിത് പറഞ്ഞ് കോർപ്പറേഷനോടൊക്കെ സംസാരിച്ചതാണ്. ഒരുപക്ഷെ ഈ പെസോയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് വെടിക്കെട്ട് കാണുന്നതിന് ചില ദൃഢത എന്ന് പറയാം, അല്ലെങ്കിൽ ശാഠ്യം എന്ന് പറയാം. അപ്പോൾ അത് ജനങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഈ റിംഗ് റോഡിൻ്റെ ഔട്ടർ എക്സ്റ്റെൻഡിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ ഒരു പകുതി കിട്ടിയിട്ടുണ്ട്. കോർപ്പറേഷൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു 7 feet to 8 feet ഹൈറ്റിൽ ഒരു റണ്ണിങ് റാം, അത് ആസ്വാദകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു ചെറിയ എലിവേറ്റർ വെച്ച് അവരെ ആ റാമ്പിലേക്ക് കൊണ്ടുവന്ന്, അല്ലാത്ത സമയത്ത് ഒരുപക്ഷെ സെക്കൻഡ് ഫ്ലോറിലുള്ള കടകളിലേക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ട്രാൻസാക്ഷന് കടക്കുന്നതിനുള്ള ഒരു ആക്സസ് മെത്തേഡും കൂടിയായിട്ട്, ഇതിനടിയിൽ മുഴുവൻ നമുക്ക് വെയിൽ കൊള്ളാതെ ആർക്കെങ്കിലും ഒന്ന് ഫുട്പാത്തിലേക്ക് കയറി നിൽക്കുന്നതിനൊരു ഷെൽട്ടറും കൂടിയാവും. കോർപ്പറേഷനും ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റും മുന്നോട്ട് പെർമിഷനുമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായി എൻ്റെ ഓയിൽ കമ്പനീസ് നിൽക്കുന്നുണ്ട്. മെഗാ പ്രോജക്റ്റുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വലിയ തണ്ടൽ അവിടെ നിൽപ്പുണ്ട്. അത് പലപ്പോഴും ഫ്ലെക്സ് ചെയ്യണം ചില ആവശ്യങ്ങൾക്ക്. ഇപ്പോൾ സെൻട്രൽ ഫോറൻസിക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിന് തരാം. 12 ഏക്കർ സ്ഥലം സ്റ്റേറ്റ് ഗവൺമെന്റ് തരണം. എവിടെ തരും എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയൂ. ചിങ്ങമാസത്തിൽ തറക്കല്ലിടാം. എവിടെ തരും സ്ഥലം? റെയിൽവേയെ സംബന്ധിച്ച് എവിടെ ചെന്നാലും ചോദിക്കുന്നത് കൂടുതൽ സ്റ്റോപ്പുകൾ, കൂടുതൽ ട്രെയിനുകൾ. നമുക്ക് നീളം ഒരിക്കലും വർദ്ധിപ്പിക്കാനൊക്കത്തില്ല. നീളം കേരളത്തിനൊരു നീളമുണ്ട്. പക്ഷേ വീതി വർദ്ധിപ്പിച്ച് കിട്ടി ഒരു 2 ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 25 അധിക ട്രെയിനുകൾ കൂടി നമുക്കിവിടെ ഓടാനായിട്ട് വരും. ഉറപ്പായിട്ടും സ്റ്റോപ്പുകളുടെ എണ്ണത്തിൽ അത് നമുക്ക് ഓരോ ഡെസിഗ്നേഷൻ ഓരോ ട്രെയിനിനുമുണ്ട്. വന്ദേ ഭാരത് ഇപ്പോൾ ഉള്ള സ്റ്റോപ്പുകൾ ഇരട്ടിയാക്കണം എന്ന് പറഞ്ഞാൽ ആ ട്രെയിൻ കൊണ്ടുള്ള ഉദ്ദേശം മാറിപ്പോകും. അപ്പോൾ ഓരോ ട്രെയിനിനെയും നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ ട്രെയിനിന്റെ കപ്പാസിറ്റി എന്താണോ അത് നമ്മൾ അംഗീകരിച്ച് മതിയാകും. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇവിടെയും കൂടെ നിർത്തണമെന്ന് പറയുന്ന സ്വാർത്ഥ മനോഭാവം കൂടി മാറണമെങ്കിലും അവരെ എല്ലാം സമാധാനപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റോപ്പുകളുടെ എണ്ണം കൂട്ടുന്നതിന് വീതി കൂടാതെ 2 എക്സ്ട്രാ ലൈനോട് ഇടാനുള്ള സ്ഥലം കൂടി സംസ്ഥാന സർക്കാർ എടുത്തു തരികയാണെങ്കിൽ ഇതൊന്നും മെഗാ പ്രോജക്റ്റ് അല്ലേ. അതുപോലെ തന്നെ മെട്രോ ഒരു സ്വപ്നമായിട്ടാണ്, വാഗ്ദാനമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. 2019 പറഞ്ഞതാണ്. അന്നൊരു 90% ആൾക്കാരും അവഹേളിച്ചവരാണ്. ഇന്നിപ്പോ ചോദിക്കുന്നു, ജയിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അതിലേക്ക് കുൽസിതം നമുക്ക് മനസ്സിലാവും. ഇപ്പോ urban development മിനിസ്റ്റർ ട്രിവാൻഡ്രത്ത് വന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ പവർ ആൻഡ് urban development നടത്തിയ മീറ്റിംഗിൽ ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു. അന്ന് വാക്ക് തന്നിരിക്കുന്നത് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം RRTS. അതാവുമ്പോൾ 15 കിലോമീറ്ററിൽ ഒരു സ്റ്റേഷൻ മതി. മെട്രോയ്ക്കാവുമ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിൽ ഒരു സ്റ്റേഷൻ വേണം. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കാണുന്നില്ലേ? ആലുവ മുതൽ അങ്ങോട്ട് ഓരോ സ്റ്റേഷനും എത്രമാത്രം സിമെന്റും കല്ലും കമ്പിയുമാണ് വന്ന് സത്യത്തിൽ പാഴായി പോകുന്നത്. എന്തായാലും ഒരു 5 വർഷത്തിനുള്ളിൽ കേൾക്കൂ. ചോദിച്ച സ്ഥിതിക്ക് മുഴുവൻ കേട്ടിട്ട് പോകണം. നിങ്ങൾ ഈ അന്തിച്ചർച്ചയിൽ ഇരുന്ന് ഓരോരുത്തരെ നല്ല കാര്യം പറയുമ്പോൾ മുടക്കി കളയുന്നത് പോലെ ഇവിടെ വന്ന് മുടക്കരുത്. ഇത് വടക്കുന്നാഥിന്റെ ആണെങ്കിൽ ഇത് തൃശ്ശൂർക്കാരുടെ MP-യുടെയും കൂടി ഗ്രൗണ്ടാണ്. ഞങ്ങളുടെ MP ആണ്. അപ്പോ ഇപ്പൊ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ, പറ്റിയാൽ അങ്കമാലി വരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബെഹ്റാജി ഡൽഹിക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് സാങ്ഷനായി അത് വരും. അങ്കമാലിയിൽ നിന്ന് RRTS ആയി പാലിയക്കര ടോൾ പറ്റിയാൽ തൃശ്ശൂർ പട്ടണം ക്രോസ് ചെയ്ത് അമല ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകാനുള്ള സ്വപ്നം ഇപ്പോഴും ഉണ്ട്. ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ സ്റ്റേറ്റിന്റെ ഒരു ജ്യൂറിസ്ഡിക്ഷനിലേക്ക് എത്തുമ്പോൾ സഹകരണം ഉണ്ടായാൽ മതി.